ഗൈസ് ഇന്നൊരു കമന്റ് റിയാക്ഷൻ വിത്ത് വീഡിയോ കൂടാണ്. അപ്പോൾ കാര്യത്തിലോട്ട് കിടക്കാം. ഇന്നലെ അതായത് നമ്മുടെ തിരുവോണത്തിന്റെ അന്ന് ഞാൻ രാത്രിയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നലെ എന്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോസ് അധികം ചെയ്തിട്ടില്ല. ഓണം ഞാൻ വലുതായിട്ട് ഒരുങ്ങിയിട്ടില്ല. അപ്പൊ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പൊ ഞാൻ ഇന്നലെ ഫ്രീ ആയിട്ടിരുന്നു. സന്ധ്യ ആയപ്പോൾ ഒരു വീഡിയോ കണ്ട് അപ്പോഴേ വന്ന് ഞാൻ റിയാക്ട് ചെയ്തു. ആ വീഡിയോ ഏതാണെന്ന് ഞാൻ ഇപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുത്താവേ. അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം. എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അത്തപ്പൂക്കളമാണ് രാവിലെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനും ഒക്കെ വേണ്ടിട്ടൊക്കെ ഇട്ടായിരിക്കും. ഒരു മലയാളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അപ്പൊ കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോ. അപ്പം ഈ വീഡിയോ ഞാൻ ചെയ്തപ്പം അതിനകത്തൊരു 100-ൽ ഒരു 92% ആളുകളും സപ്പോർട്ടബിൾ ആണ്. അതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, അതേപോലെ മുസ്ലിംസും ഉണ്ട്. അതിൽ എല്ലാവരും ആ തെറ്റിനെ ന്യായീകരിക്കാതെ അതിനെ സപ്പോർട്ട് തെറ്റാണെന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിനകത്ത് വളരെ ചുരുക്കം കുറച്ച് കുന്തളപ്പുഴൂസ് ഉണ്ട്. അപ്പം അവരെന്നെ ഒന്ന് ചൊറിഞ്ഞായിരുന്നു. അപ്പം നമ്മൾ വന്നിട്ട് ഈ കമന്റിനകത്തൊക്കെ ചുമ്മാ റിയാക്ഷൻ കമന്റ് എടുത്ത് വെച്ച് റിയാക്ഷൻ ചെയ്യാനാണ് അതിന് സത്യം പറഞ്ഞ സമയം കണ്ടോ. ഇഷ്ടംപോലെ തെറികൾ കേൾക്കാം, നെഗറ്റീവ് വരാം, പോസിറ്റീവ് വരാം. അപ്പം അതൊക്കെ ഇതിനകത്തുള്ള കാര്യമാണ്. അപ്പം നമ്മൾ അതെടുത്തിട്ട് ചെയ്യാനാണെങ്കിൽ എന്നും കണ്ടന്റ് അതല്ലേ. അപ്പം അതല്ല, ചില കമന്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കണമല്ലോ. അപ്പം പുള്ളിക്കാരി വന്നിട്ട് എന്റെ അടുത്ത് നബിദിനത്തിന്റെ ഇതിന്റെ കാര്യം പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് തിരുവോണത്തിന് അന്ന് ഞാൻ ഫോൺ അധികം എടുത്തിട്ടില്ല. ഞാൻ ആ വീഡിയോ കണ്ടില്ല. ഞാൻ ഈ പറഞ്ഞപ്പോഴാണ് ആ വീഡിയോ പോയി കാണുന്നത്. അപ്പൊ ഇനി നബിദിനത്തിന്റെ ആ വീഡിയോയുടെ കാര്യം ഞാൻ പറയാം. ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ട് വാ. അപ്പൊ കണ്ടല്ലോ, ഇതാണ് ആ വീഡിയോ. ഇത് ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ ഒരു കുറെ പേര് വന്നിട്ട് കമന്റിൽ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. അപ്പം ഇത് നമ്മുടെ ചെങ്ങന്നൂർ വെച്ച് നബിദിനം, അതായത് ഉത്രാടവും നബിദിനവും എല്ലാം ഒരുപോലെയാണ്. അന്നത്തെ ദിവസം ഒരു തന്തയ്ക്ക് പിറക്കാത്ത ഒരു ഡാഷ് മോൻ ബോധരഹിതനായി വെള്ളം അടിച്ചിട്ട് 3 കുട്ടികൾക്ക് പരിക്കുണ്ടായി. റാലിയിൽ വെള്ളം അടിച്ചിട്ട് അവനെ ഇങ്ങനെ പോയി 3 കുട്ടികൾക്ക് പരിക്കുണ്ടായി. അവനെ ആ തന്തയ്ക്ക് പിറക്കാത്തതിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ ചെയ്യാത്തതിനെ തുടർന്ന് കുറച്ച് കുന്തളപ്പുഴുക്കൾ വന്നിട്ട് ഇന്നലെ എന്റെ വീഡിയോ പറഞ്ഞ് നീ എന്തുകൊണ്ട് അത് ചെയ്തില്ല, അങ്ങനെ ഇങ്ങനെ. പിന്നെ അതിനകത്ത് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് നീ ഹിന്ദു അല്ലേന്ന്. അതെ, ഞാൻ ഹിന്ദു ആണ്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഞാനിപ്പോ ഹിന്ദു ആയിട്ടാണ് ജനിച്ചത്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യനോ അല്ലെങ്കിൽ നിങ്ങൾ മുസ്ലിമോ ആയിട്ടായിരിക്കും ജനിച്ചത്. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തിനിങ്ങനെ മഞ്ഞപ്പിത്തം പിടിച്ച കണ്ണാലെല്ലാം ഇങ്ങനെ വേർതിരിച്ച് കാണുന്നത്? അതാണ് നമ്മുടെ ഈ നാടിന്റെ നാശം എന്ന് പറയുന്നത്. കാരണം എല്ലാം വേർതിരിച്ച് കാണുന്ന കുറച്ച് ചിന്തയുള്ള കുറച്ച് മനുഷ്യരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ദേഹത്തൂടെ പോകുന്ന ഒരേ രക്തവാസഹവും അതാദ്യം ഒന്ന് മനസ്സിലാക്കണം. ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും മനസ്സ് നന്നായിരിക്കണം, ചിന്ത നന്നായിരിക്കണം, ചിന്താഗതിയും പ്രവൃത്തിയും നന്നായിരിക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ആ സ്ഥാനത്ത് എനിക്ക് സങ്കടം ഉണ്ടായി. ഒരു അത്തപ്പൂക്കളം എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ വരുന്ന ഒരു ഓണം, എത്ര സന്തോഷത്തോടെ എല്ലാവരും ഒത്തുചേർന്നിട്ട ഒരു അത്തപ്പൂക്കളം അവള് വന്നിട്ട് കാല് വെച്ച് ചവിട്ടി തെറിപ്പിച്ചപ്പം ഞാൻ പ്രതികരിച്ചു. ഇനിയിപ്പം അവള് ഹിന്ദു ആണെങ്കിലും അവള് മുസ്ലിം ആണെങ്കിലും അവള് ക്രിസ്ത്യാനി ആണെന്നുണ്ടെങ്കിലും ഞാൻ പ്രതികരിക്കും. അത് പ്രതികരിച്ചതിന് അതിനകത്ത് വന്നിട്ട് ഞാൻ ഹിന്ദു അല്ലേ അതുകൊണ്ട്. എന്റെ പൊന്ന സഹോദരികളെ, അനാവശ്യമായിട്ടുള്ള ഈ ചിന്തയാണ് പ്രശ്നം. മനുഷ്യരെല്ലാം ഒന്നായിട്ട് ഒന്നാണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം.